ഹലോ എവരിവൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനർജി വിദ്യ സൈറ്റ് യൂസ് ചെയ്ത് എങ്ങനെ GST റിട്ടേൺ ഫയലിംഗ് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ യൂസ് ചെയ്യണം. ബ്രൗസർ യൂസ് ചെയ്തിട്ട് എനർജി വിദ്യ സൈറ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം, അവരുടെ വെബ്സൈറ്റിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ID വെച്ച് ലോഗിൻ ചെയ്യണം. ഇതൊരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സിമുലേഷൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിൽ ഓരോ പേജിലും എന്തൊക്കെ ഡാറ്റാസ് ആണ് വേണ്ടതെന്നുള്ളത് പ്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേതെങ്കിലും ഇൻഫോർമേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ ഇതിലൊരു സക്സസ് മെസ്സേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് വരില്ല. അപ്പോൾ സിമുലേഷൻ സൈറ്റ് ആയതുകൊണ്ട് എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾ കറക്റ്റായിട്ട് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, അതേപോലെ തന്നെ നിങ്ങൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കുകയാണെങ്കിലൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റ് ഒന്നല്ലെങ്കിൽ ടൈം ഔട്ട് ആവും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് സൈറ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂസർ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ അതിൻ്റെ പാസ്വേഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത്തരം ഓപ്ഷൻസ് ഉണ്ടാവില്ല. അതിലൊരു സ്റ്റാറ്റ്യൂട്ടറി ഫയലിംഗ് അല്ലെങ്കിൽ GST ടാക്സ് എക്സിക്യൂട്ടീവ് അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഏത് ഓപ്ഷനാണോ ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഇതിലുള്ള ലേണിംഗ് കണ്ടൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്. സോ ലേണിംഗ് കണ്ടൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ GST, ഇൻകം ടാക്സ്, അങ്ങനെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ GST ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എടുത്തു. ഇനി GSTR1 ഉണ്ട്, അതേപോലെ തന്നെ GSTR3B ഉണ്ട്. GSTR1 എന്ന് പറയുന്നത് സെയിൽസിൻ്റെ ഇൻഫോർമേഷൻ മാത്രമായിരിക്കും. അപ്പോൾ GSTR1ൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എടുത്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുമ്പോൾ അതിന് ഓരോ ബില്ലിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. ബിൽ നമ്പർ, ബിൽ ഡേറ്റ്, GST നമ്പർ, കസ്റ്റമറിൻ്റെ GST നമ്പർ, എത്ര രൂപയുടെ ബില്ലാണ്, ഇൻവോയ്സ് വാല്യൂ എത്രയാണ്, ടാക്സിബിൾ വാല്യൂ എത്രയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ GSTR1 ഫയലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് GSTR1 ഫയലിംഗ് ചെയ്യുന്നില്ല, നമ്മൾ 3B ഫയലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതാവുമ്പോൾ GSTR1ഉം അതിലുണ്ട്, 3Bയും അതിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 1 പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ GSTR1 എടുക്കുക. അല്ല 1ഉം 3Bയും കൂടി ഫയൽ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു GSTR3B എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എടുത്താൽ മതി. ഓക്കെ, സോ നിങ്ങൾ GSTR3B എടുത്തിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബിൽസിൻ്റെ ഇൻഫോർമേഷൻ ആണ്. സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയും ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. ജൂൺ 2025 ഇൻഫോർമേഷനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇൻവോയ്സ് നമ്പർ, പിന്നെ GST നമ്പർ, അതൊക്കെ ഒന്ന് നോക്കാം. എത്ര രൂപയാണ് ടാക്സിബിൾ വാല്യൂ എന്നിവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ബിൽ എമൗണ്ട് നമുക്ക് തന്നിട്ടില്ല, ഇൻവോയ്സ് എമൗണ്ട് തന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക്
ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി നമ്മുടെ കമ്പനി കേരളത്തിലുള്ള കമ്പനിയാണ്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് ആണോ ഇൻ്റർ സ്റ്റേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ GSTR 3B ആയതുകൊണ്ട് നമുക്ക് സെയിൽസിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, പർച്ചേസിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പർച്ചേസിൻ്റെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നത് GSTR 2-ലാണ്, പക്ഷെ അത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട വരില്ല, കാരണം അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്. നമുക്ക് ആകെ ചെയ്യേണ്ടി വരുന്നത് GSTR 1 പിന്നെ 3B. അപ്പോൾ GSTR 1 സെയിൽസ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ നമ്മുടെ സപ്ലയേഴ്സ് അവരുടെ സെയിൽസിൻ്റെ ബില്ല് അപ്ലോഡ് ചെയ്യും. അങ്ങനെ GSTR 2 ഓട്ടോ പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്ത് വന്നോളും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് ഇതാണ്. GSTR 1-ഉം 3B-യും ഫയൽ ചെയ്യണം. ഇനി ഇവിടെ ഫയൽ ചെയ്യാനായിട്ട് നമുക്കിവിടെ യൂസർ നെയിം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പാസ്വേഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സിമുലേഷൻ സൈറ്റിലേക്ക് പോകാനായിട്ട് ഇവിടെ സ്റ്റാർട്ട് ടാസ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ലോഗിൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്വസ്റ്റ്യനിലുള്ള യൂസർ നെയിം കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾ യൂസർ നെയിം കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ സ്പേസ് ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുക, പിന്നെ മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളതും ഉറപ്പാക്കുക. കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്യാപ്ച കോഡ് താഴെ കാണുന്നത് 58046. ഓക്കെ, അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു. ലോഗിൻ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഡാഷ്ബോർഡിലേക്ക് എത്തി. ഇനി ഈ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് റിട്ടേൺ ഡാഷ്ബോർഡ് ചൂസ് ചെയ്യണം. ഈ ഒരു ഇൻഫോർമേഷൻ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഏത് ഫിനാൻഷ്യൽ ഇയറിലെ റിട്ടേൺ ആണ്. ക്വസ്റ്റ്യനിൽ ഇത് ജൂണിലെ ബില്ലുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ജൂൺ 2025 എന്ന് പറയുമ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിലാണ്. ഇനി ജൂൺ എന്ന് പറയുന്ന മാസം വരുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്. ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ആ ക്വാർട്ടർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് മാസത്തെ റിട്ടേൺ ആണ് അല്ലെങ്കിൽ ഏത് മാസത്തെ ബില്ലുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ജൂണിലെ ബില്ലുകളാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജൂൺ എന്നുള്ള മന്ത് സെലക്ട് ചെയ്തു, സെർച്ച്. ഓക്കെ, നമുക്കപ്പോൾ GSTR 1 കാണാം, 2A കാണാം. ഇനി 3Bയും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ GSTR 1 എന്തായാലും ഫയൽ ചെയ്യേണ്ടി വരും. നമ്മൾ ഓൺലൈനായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ പ്രിപ്പയർ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്കിവിടെ B2B ഇൻവോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതാണ് ബിസിനസ് ടു ബിസിനസ് ബില്ല് അല്ലെങ്കിൽ ഇൻവോയ്സുകൾ. അപ്പോൾ ബിസിനസ് ടു ബിസിനസ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള GST നമ്പറുള്ള ഇൻവോയ്സ് ആണ് B2B ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് ഫില്ല് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് B2B ആണ് സെലക്ട് ചെയ്യുന്നത്. B2B സെലക്ട് ചെയ്തു. ഇനി ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. ഇനി ആദ്യം നമ്മളിവിടെ റെസിപ്പിയൻറ്റിൻ്റെ GST നമ്പർ, ഇതാണ് കസ്റ്റമറുടെ GST നമ്പർ. കസ്റ്റമറുടെ GST നമ്പർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നിങ്ങളുടെ സെയിൽസിൻ്റെ ബില്ലാണ്. അപ്പോൾ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ കസ്റ്റമറുടെ GST നമ്പർ, കസ്റ്റമറുടെ പേര്, ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ സ്പേസ് ഒന്നും ഇടയിൽ എക്സ്ട്രാ വരുന്നില്ല. അതായത് ഇപ്പോൾ സാധാരണ നിങ്ങൾ കോപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ സ്പേസ് ഒക്കെ വരും. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ സിമുലേഷൻ സൈറ്റ് ആയതുകൊണ്ട് എറർ വരും.
അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ GST നമ്പർ പേര് ആഡ് ചെയ്തിട്ടു. നെക്സ്റ്റ് ഇനി ഇൻവോയ്സ് നമ്പർ ഉണ്ട്. ഇതിപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സ്പേസ് എക്സ്ട്രാ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. A355. ഇനി ഇൻവോയ്സ് ഡേറ്റ് 2 ജൂൺ 25. ജൂൺ 2. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ. ഇനി ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇത് കണ്ടെത്തേണ്ടി വരും. അതായത് ഇപ്പോൾ ടാക്സിബിൾ വാല്യൂ 200 തന്നിട്ടുള്ളത്. അപ്പോൾ 200 പ്ലസ് 200ൻ്റെ 18% അതാണ് നമുക്ക് ടാക്സിബിൾ വാല്യൂ. അതായത് 236 രൂപയാണ് നമുക്ക് ഇൻവോയ്സ് വാല്യൂ വരേണ്ടത്. സോ 236. ഇനി ഇത് 32 ആണ് കസ്റ്റമറുടെ GSTIN സ്റ്റാർട്ടിംഗ് നമ്പർ സ്റ്റേറ്റ് കോഡ്. അപ്പോൾ ഇത് ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്, 18% ആണ് ടാക്സ്. അപ്പോൾ നമ്മൾ സിമുലേഷൻ സൈറ്റിൽ പോകുമ്പോൾ ഈ ഇൻവോയ്സ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓൾറെഡി സ്റ്റേറ്റും സപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് GST നമ്പർ കൊടുത്തുകൊണ്ട്. ഏത് ടാക്സ് ആണ് ആപ്ലിക്കബിൾ അവിടെ പോയിട്ട് ടാക്സിബിൾ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടാക്സിബിൾ വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയർ തന്നെ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നോളൂ. 18 രൂപയാണ് ടാക്സ് വരുന്നത്. അങ്ങനെയാണ് 236. അങ്ങനെ ബില്ല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക. സോ ഫസ്റ്റ് ഇൻവോയ്സ് ആഡ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ഇൻവോയ്സ് ആഡ് ചെയ്യാനായിട്ട് ആഡ് റെക്കോർഡ് കൊടുക്കുക. രണ്ടാമത്തെ ബില്ല് എൻ്റർ ചെയ്യുക. ഇനി രണ്ടാമത്തെ ബില്ല് ഒരു ഇൻ്റർ സ്റ്റേറ്റ് ഇൻവോയ്സ് ആണ്. അപ്പോൾ പാർട്ടിയുടെ GST നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് സോഫ്റ്റ്വെയർ തന്നെ കണ്ടുപിടിച്ച് തന്നു. ഇവിടെ കർണാടക. ഇനി റെസിപ്പിയൻറ്റിൻ്റെ പേര് ഇതാണ്, SS ഫാർമസ്യൂട്ടിക്കൽസ്. ഇൻവോയ്സ് നമ്പർ ഇൻവോയ്സ് ഡേറ്റ് 6th. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ ഇതും 200 രൂപയുടെ ബില്ല്. അപ്പോൾ 236 തന്നെയായിരിക്കും ഇൻവോയ്സ് വാല്യൂ വരുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ ടാക്സിബിൾ വാല്യൂ ഇവിടെ 18%. 200 ടൈപ്പ് ചെയ്യുമ്പോൾ ഇതൊരു ഇൻ്റർ സ്റ്റേറ്റ് ബില്ലായതുകൊണ്ട് IGST 36 ആയിരിക്കും. നേരത്തെ CGST SGST ആയിരുന്നു. അങ്ങനെ ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് സേവ് ചെയ്യാം. അങ്ങനെ ഒരു ഒരു ഇൻട്രാസ്റ്റേറ്റും ഒരു ഇൻ്റർസ്റ്റേറ്റും ഇൻവോയ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് B2C ഇൻവോയ്സുകളാണ്. അപ്പോൾ 2 B2C സ്മോൾ ഉണ്ട്. അതായത് B2C സ്മോളിൽ വരുന്നത് ഇൻട്രാസ്റ്റേറ്റ് ആൻഡ് ഇൻ്റർസ്റ്റേറ്റ് കൺസ്യൂമർ ഇൻവോയ്സസ് വേർ taxable value or invoice value is less than 2,50,000. ഓക്കെ. അപ്പോൾ 2,50,000 താഴെയുള്ള എല്ലാ ഇൻവോയ്സുകളും നമ്മൾ B2C സ്മോൾ എന്നുള്ള സെക്ഷനിലാണ് ആഡ് ചെയ്യുന്നത്. അതിന് മുകളിലുള്ള ബില്ലുകളെല്ലാം നമ്മൾ B2C ലാർജ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ആഡ് ചെയ്യാറ്. ഓക്കെ. അപ്പോൾ നമുക്ക് B2C ആഡ് ചെയ്യാം. അപ്പോൾ ബാക്ക് പോയി വീണ്ടും നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വന്നു. അപ്പോൾ B2B ഇൻവോയ്സ് ഇപ്പോൾ 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി B2C ലാർജ് അതാദ്യം ആഡ് ചെയ്യാം. സോ ലാർജ് ഇൻവോയ്സ് ആകെ ഒരെണ്ണമുള്ളൂ. 2,50,000 മുകളിലുള്ള ഒറ്റ ബില്ല്. കർണാടകയിലുള്ള ഈ ഒരു ഇൻവോയ്സ് 17th ജൂണിലുള്ളത്. ഓക്കെ. നമ്മൾ B2C എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആഡ് റെക്കോർഡ് കൊടുത്തു.
പ്ലേസ് ഓഫ് സപ്ലൈ ഇവിടെ കർണാടക ആണ്. കർണാടക സെലക്ട് ചെയ്തു. ഇൻവോയ്സ് നമ്പർ 835, ഇൻവോയ്സ് ഡേറ്റ് 17 ജൂൺ 17. ഓക്കെ, ഇനി ഇവിടെ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 3,25,000 ആണ് ബില്ല് എമൗണ്ട്, ടാക്സബിൾ വാല്യൂ. 3,25,000 പ്ലസ് 3,25,000ൻ്റെ 18%. സോ ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുമ്പോൾ 3,83,500 വരും. ടാക്സബിൾ വാല്യൂ 3,25,000. സോ 58,500 നമുക്ക് 18% ടാക്സ് വരുന്നത്. അങ്ങനെയാണ് 3,83,500 ആവുന്നത്. അപ്പോൾ ഇത് സേവ് ചെയ്തു, ബാക്ക് പോയി. ഇനി നമുക്കൊരു B2C 2 ഇൻവോയ്സ് സ്മോൾ ഉണ്ട്. അപ്പോൾ B2C അതേഴ്സ് ക്ലിക്ക് ചെയ്തു, ആഡ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യാം. പ്ലേസ് ഓഫ് സപ്ലൈ കേരള ഉണ്ട്, അതുപോലെ തന്നെ കർണാടക ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ കേരള എടുത്തു. കേരളയിലുള്ള ഇൻവോയ്സുകൾ ഓക്കെ 200 18%. ഓക്കെ, സിമ്പിൾ ഇൻവോയ്സ് ആണ്. അപ്പോൾ ടാക്സബിൾ വാല്യൂ 200, റേറ്റ് 18 ആയിരുന്നു. ടാക്സ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. 218 സേവ് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ഇൻവോയ്സ് ഉണ്ട്, അത് വേറെ സ്റ്റേറ്റ് ആണ്, കർണാടക. സോ പ്ലേസ് ഓഫ് സപ്ലൈ കർണാടക, ടാക്സബിൾ വാല്യൂ 200 തന്നെ, റേറ്റ് 18%, 36 IGST കാൽക്കുലേറ്റ് ചെയ്തു, സേവ് ചെയ്തു. അങ്ങനെ ഇൻവോയ്സ് ഡാറ്റ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 5 ഇൻവോയ്സ് ഉണ്ട്. അപ്പോൾ 2 B2B, ഒരു B2C ലാർജ്, 2 B2C സ്മോൾ അല്ലെങ്കിൽ അതേഴ്സ്. നെക്സ്റ്റ് ഇവിടെ ഡെബിറ്റ്, ക്രെഡിറ്റ് നോട്ട്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ ഒന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾക്ക് അത് റെക്കോർഡ് ചെയ്യുന്നില്ല. ഇനി മസ്റ്റായിട്ട് നിങ്ങൾ സിമുലേഷൻ സൈറ്റിൽ ഫില്ല് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷനാണ് ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. സോ ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് എടുത്തു. എത്ര ബില്ലുകളാണ് ഈ മന്തിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിവിടെ ഓക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ താഴെ എവിടെയെങ്കിലും ആയിട്ട് തന്നിട്ടുണ്ടാവും. ഇനി അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഇവിടെ ഇതാണ് ഇൻവോയ്സ് നമ്പർ 355 മുതൽ 359 വരെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബില്ലുകൾ. അപ്പോൾ എത്ര ബില്ലുണ്ട്? 1 2 3 4 5 ബില്ല് ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്, എത്ര ബില്ലുകൾ അല്ലെങ്കിൽ എത്ര ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ആഡ് ചെയ്യാനായിട്ട് ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് സെലക്ട് ചെയ്തു, ആഡ് ഡോക്യുമെന്റ് എടുത്തു, ഫ്രം നമ്പർ ടു നമ്പർ 359. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഇവിടെ ഉണ്ട്? 5 ഇൻവോയ്സ് ആണ് ഇവിടെ ടോട്ടൽ നമുക്കുള്ളത്. ഇപ്പോൾ ടോട്ടൽ നമ്പർ 5, ക്യാൻസൽഡ് 0. ഓക്കെ, അപ്പോൾ നെറ്റ് ഇഷ്യൂഡ് ഓട്ടോമാറ്റിക്കലി വരും. 5 ബില്ലുകൾ ഈ മാസം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ സ്ക്രോൾ ചെയ്യുക, താഴെ സേവ് ഓപ്ഷൻ കിടപ്പുണ്ട്, സേവ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ബാക്ക് ഒന്ന് പോവുക, സ്ക്രോൾ ചെയ്യുക, വീണ്ടും താഴത്തേക്ക് ബാക്ക് പോവുക. ഓക്കെ, അപ്പോൾ GSTR 1 ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാമായി. ഇനി ഇതൊന്ന് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാം. GSTR 1 റിട്ടേൺ ഫയലിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ഇവിടെ താഴെ ഏറ്റവും താഴെ ജനറേറ്റ് സമ്മറി എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സമ്മറി റിപ്പോർട്ട് വന്നു. ഇനി നെക്സ്റ്റ് പ്രൊസീഡ് ടു ഫയൽ സമ്മറി. ഇങ്ങനെ ഒരു സമ്മറി നമുക്ക് കാണാൻ പറ്റും. ഇനി ഫയൽ സ്റ്റേറ്റ്മെന്റ് ക്ലിക്ക് ചെയ്യാം, ഡിക്ലറേഷൻ സൈൻ ചെയ്യുക, ഓതറൈസ് സിഗ്നേറ്ററിനെ സെലക്ട് ചെയ്യുക, ഫയൽ വിത്ത് PVC. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു എറർ വന്നിട്ടുണ്ട്, ഇൻവാലിഡ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്യുമെന്റ്സിൽ
ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡിലായിരിക്കും പ്രശ്നമുള്ളത്. ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ്, ഓക്കെ, ഇതിൽ ഇൻവോയ്സ് നമ്പർ തെറ്റാണ്. A359 ആണ് വരേണ്ടത്, A359. ഓക്കെ, വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, A359 ബാക്ക്, ജനറേറ്റ് സമ്മറി, proceed to file summary, file statement, declaration, then Raju EVC. ഓക്കെ, ഇപ്പോൾ മിസ്റ്റേക്ക് എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് OTP വന്നു. 1 2 3 4 5 6 ഇതായിരുന്നു OTP കൊടുത്ത് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ GST റിട്ടേൺ 1 ഫയലിംഗ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് GSTR 1 അതിൻ്റെ ക്വസ്റ്റ്യനുകളാണ് ചെയ്യുന്നതെങ്കിൽ 1 ഫയൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സക്സസ് മെസ്സേജ് വരും, അതോടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിൽ GSTR 3B ആയതുകൊണ്ട് നമുക്കിനി 3Bയും കൂടി ഫയൽ ചെയ്യണം. 3B ഫയൽ ചെയ്യാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ 1 ചെയ്തു. ഇപ്പോൾ 1 ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഇതുപോലെ നിങ്ങളുടെ സൈറ്റിൽ ഫയൽഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. ഇനിയിപ്പോൾ 3B ഫയൽ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ 2A എടുത്ത് നോക്കാം. 2A എന്ന് പറയുന്നതാണ് നമ്മുടെ പർച്ചേസിൻ്റെ ബില്ലുകൾ. അപ്പോൾ ഇവിടെയും B2B പിന്നെ ക്രെഡിറ്റ് ഡെബിറ്റ് നോട്ട് അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻ കാണാം. അപ്പോൾ B2B ഇൻവോയ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് ഇൻവോയ്സുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അതാണിത് ഓട്ടോ പോപ്പുലേറ്റഡ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ 2A നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഫയൽ ചെയ്യേണ്ടത് 3B ആണ്. 3Bയിലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്, ആ ഒരു കാൽക്കുലേഷനെല്ലാം നടക്കുന്നത് 3Bയിലാണ്. ഓക്കെ, ഇപ്പോൾ 3B ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. നമ്മൾ നിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, അതായത് ഈ മന്ത് കംപ്ലീറ്റ് കച്ചവടമൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നിൽ റിട്ടേൺ എന്നുള്ളത് നോ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിൽ റിട്ടേൺ അല്ല നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്നത്, റിട്ടേൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ GSTR 1 എന്നുള്ള ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. സെയിൽ ചെയ്തതിലൂടെ എത്ര ടാക്സ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് GSTR 2A എന്നുള്ള ഇൻഫോർമേഷൻ ഇവിടെ വന്നിട്ടുണ്ട്, എത്രയാണ് പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള ടാക്സ്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ ഈ മന്ത് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം ഈ ഇൻഫോർമേഷൻ ഒന്ന് സേവ് ചെയ്യുക, സേവ് GSTR 3B. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് മന്തിൽ നമ്മൾ ഓവർ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ് ലെഡ്ജർ ബാലൻസ് കാണിക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ സൈറ്റിൽ ബാലൻസ് ഒന്നുമില്ല, നമ്മൾ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ മന്തിലെ ടാക്സ് പേ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു സെറ്റ് ഓഫ് ആണ് നമ്മൾ ഈ താഴെ കാണുന്നത്. സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക, താഴെ നമുക്ക് സെറ്റ് ഓഫ് ആണ്. അപ്പോൾ സെറ്റ് ഓഫ് എങ്ങനെയാണ്, IGST പേ ചെയ്യാനുണ്ട്. അപ്പോൾ IGST പേ ചെയ്യാനുള്ളതിൽ ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ IGST ഇത്രയും പേ ചെയ്യാനുണ്ട്, CGST ഇത്ര പേ ചെയ്യാനുണ്ട്, SGST ഇത്ര പേ ചെയ്യാനുണ്ട്. ഔട്ട്പുട്ട് IGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻപുട്ട് IGST, ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻപുട്ട് CGST തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഔട്ട്പുട്ട് SGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഇൻപുട്ട് SGST ആണ് ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ടും ഈ ഔട്ട്പുട്ട് CGST SGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഫസ്റ്റ് അവരുടെ തന്നെ ഇൻപുട്ട് എടുക്കുക. അതായത് ഇപ്പോൾ ഔട്ട്പുട്ട് CGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഇൻപുട്ട് CGST ആദ്യം യൂസ് ചെയ്യുക, എന്നിട്ട് ബാക്കിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് IGST എന്ന് എടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ എമൗണ്ട് ഇല്ല. സോ ഈ ഒരു ഓർഡറിനെയാണ് സെറ്റ് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട്പുട്ട് SGST സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആദ്യം ഇൻപുട്ട് SGST യൂസ് ചെയ്യുന്നു, എന്നിട്ടും സെറ്റ് ഓഫ് ആയില്ല ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് IGST എടുക്കുന്നു, എന്നിട്ടും
സെറ്റ് ഓഫ് ആയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി ഇത്ര ടാക്സ് പേ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും സോഫ്റ്റ്വെയർ പറയുന്നത്. സോ റിയൽ ലൈഫിൽ സെറ്റ് ഓഫ് സൈറ്റ് തന്നെ ചെയ്തോളും, പക്ഷെ എന്നാലും നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ഓഫും സെറ്റ് ഓഫിന്റെ ജേണൽ എൻട്രിയും നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി സൈറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനിയിപ്പോൾ പൈസ കൊടുക്കാൻ മേക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ വാണിങ് യെസ് കൊടുക്കുക. ഓഫ്സെറ്റ് സക്സസ്ഫുൾ ആയി, അതായത് ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് സക്സസ്ഫുൾ ആയി എന്നുള്ള മെസ്സേജാണ് വന്നത്. ഇനി ചലാൻ ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചലാൻ. അപ്പോൾ എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ഇങ്ങനെ വരും. നമ്മൾ ഈ പേയ്മെൻ്റ് ആണെങ്കിൽ ഈ പേയ്മെൻറ്റ് പ്രൊസീഡ് ജനറേറ്റ് ചലാൻ ക്ലിക്ക് ചെയ്തു. എത്രയാണ് കൊടുക്കാനുള്ളത് കമ്പനിയുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം വരും. ഇനി നമ്മൾ ഏത് ബാങ്ക് വഴിയാണ് പേ ചെയ്യുന്നത്, കമ്പനിയുടെ ബാങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാങ്ക് സെലക്ട് ചെയ്യുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കൊടുക്കുക, മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, റിയൽ ലൈഫിൽ ഈ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളുടെ കമ്പനിയുടെ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. അവിടെ നിങ്ങളുടെ കമ്പനിയുടെ ബാങ്കിൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. OTP ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും ബാങ്ക് റിലേറ്റഡ് ട്രാൻസാക്ഷൻ്റെ. ഇതിപ്പോൾ സിമുലേഷൻ സൈറ്റ് ആയതുകൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് മെസ്സേജ് വരുള്ളൂ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അപ്പോൾ ഇതോടെ നമ്മുടെ GSTR 3B ഫയലിങ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇവിടെ പ്രൊസീഡ് ടു ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ സൈൻ ചെയ്യുക, GSTR 1 ചെയ്ത പോലെ. പ്രൊസീഡ് 3B വിത്ത് EVC, OTP എൻ്റർ ചെയ്യുക 1 2 3 4 5 6, വെരിഫൈ. ഓക്കെ, അങ്ങനെ നമ്മൾ GSTR 3B ഫയലിങ്ങും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കി. സോ ഇത് സിമുലേഷൻ സൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഈ ചെയ്യുന്നതിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സക്സസ് മെസ്സേജ് വരില്ല. ഇനി നിങ്ങളൊരു കമ്പനി സൈറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സൈറ്റിന് അറിയില്ല നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്യുന്നതിലൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും സൈറ്റിൽ അപ്ലോഡായി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ GSTR 1 and 3B സിമുലേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെമോ വീഡിയോ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.